മണ്ഡലമാണെന്ന് ശരി, പറയുന്നത് എന്തിന്റെ ശ്രീ റോണി കെ ബേബി അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ശ്രീ റോണി കെ ബേബി കോർപ്പറേഷൻ നോക്കൂ, തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ അടിസ്ഥാനത്തിലോ അതല്ല തൃശ്ശൂരിൽ പഞ്ചായത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ കണ്ടത് അടിസ്ഥാനത്തിലോ? ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് കൂട്ടാനുള്ള ശ്രമം എന്നതാണ്. ബി ഗോപാലകൃഷ്ണന്റെ കാര്യവും അദ്ദേഹവും പറഞ്ഞത് ഞങ്ങൾ കശ്മീരിൽ നിന്ന് വരെ വേണമെങ്കിൽ ആളുകളെ കൊണ്ടുവന്ന് ചേർക്കും, വോട്ട് കൂട്ടും എന്നതാണ്. പക്ഷേ ഇവിടെ വോട്ട് കുറയുകയാണ് ചെയ്തതെന്നൊരു യാഥാർത്ഥ്യം ഉണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ BJP സൂചിപ്പിക്കുന്ന പോലെ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു മാറ്റമാണോ ഈ വോട്ടുകളുടെ കുറവ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കുക? നമ്മൾ ഇന്ന് ഈ ചർച്ചയിലെ അതിന്റെ കാതലായ വിഷയത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഗുജറാത്തിൽ 13% കുറഞ്ഞു, മറ്റു പല സംസ്ഥാനങ്ങളിൽ 11% കുറഞ്ഞു, കേരളത്തിൽ അത്രയും കുറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഡിസംബർ 23-ാം തീയതിയിൽ നമ്മൾ കണക്ക് നോക്ക്, ആ കണക്കിൽ കേരളത്തിൽ കുറഞ്ഞ 25 ലക്ഷമാണ്. അതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 2024-ലെ വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടായിരുന്നവരിൽ 10%-ഓളം കേരളത്തിലും കുറഞ്ഞു. അല്ലാതെ ഗുജറാത്തിൽ കൂടുതൽ കുറഞ്ഞു, കേരളത്തിൽ കുറഞ്ഞില്ല, അത് കേരളത്തിന് മിടുക്കുക എന്നുള്ള പറയേണ്ടതില്ല. അതിൽ 25 ലക്ഷം വോട്ടർമാരിൽ കുറഞ്ഞു. പിന്നീട് 15 ലക്ഷം പുതുതായിട്ട് ചേർത്തു. അതാണ് നമ്മുടെ ഈ പറയുന്ന വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ പുതിയ വോട്ടർമാർ. കാരണം കേരളത്തിൽ ഇപ്പോൾ 2026-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. എനിക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് പറയാൻ കഴിയും, ഞങ്ങൾ 140 അസംബ്ലി മണ്ഡലം അതിശക്തമായ രീതിയിൽ ഞങ്ങൾ വളരെ നിരന്തരമായ ജാഗ്രതയോടെ ഞങ്ങൾ പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. അങ്ങനെ പുതിയതായി 15 ലക്ഷം വോട്ടർമാരെ കേരളത്തിൽ ഈ വന്നിരിക്കുന്ന വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? ഇത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ചില അസ്വാഭാവികതകളുണ്ട്, അനോമലിറ്റീസ് ഉണ്ട്. എന്താണ് അനോമലിറ്റീസ്? കാരണം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ 80,000 വോട്ട് കുറയുക എന്ന് പറയുന്നത് തീർത്തും അസ്വാഭാവികമാണ്. ഇവിടെ BJP-യുടെ ബഹുമാനപ്പെട്ട വക്താവിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ശ്യാംരാജ്, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇനി ഞാൻ വട്ടിയൂർക്കാവ് നേമം BJP-യുടെ മണ്ഡലമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് വലിയ രീതിയിൽ വോട്ടുകൾ കിട്ടിയിരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 75,000 വോട്ടുകൾ കുറയുമ്പോൾ എന്തുകൊണ്ട് കേരളം ഭരിക്കുന്ന സർക്കാരുകൾ അല്ലെ കേരളത്തിലെ സർക്കാർ രാഷ്ട്രീയ പ്രേരിതമായി ഞങ്ങളുടെ വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് എന്നൊരു ആരോപണം ഈ 2 മാസമായിട്ട് ഇവിടെ ഒരു BJP നേതാവ് ഉന്നയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എന്തുകൊണ്ട് BJP ഇത് ഉന്നയിക്കുന്നില്ല? കാരണം അവർ കള്ളത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട്. ആ കള്ളത്തരം ഇന്ന് പിടിക്കപ്പെട്ടു. എന്തുകൊണ്ട് കേരളത്തിന് പുറത്ത് ആ കള്ളത്തരം പിടിക്കപ്പെടുന്നില്ല? കാരണം കേരളത്തിൽ PLOമാരായി പ്രവർത്തിക്കുന്നത് ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നതും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഇതര സർവീസ് സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇതിനകത്ത് BJP-യുടെ ഈ പറയുന്ന സംഘിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വളരെ തുച്ഛമാണ്. 10% പോലും വരുന്നില്ല ഈ പറയുന്ന BJP-യുടെ ഈ സർവീസുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാര്. ഇപ്പോൾ അവിടെ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന CPM-മായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാര് അവർ വളരെ കൃത്യമായി തന്നെ വളരെ സത്യസന്ധമായി തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് ഈ നമ്മൾ പരിശോധിക്കണം. പറയുന്നു ഗുജറാത്തിൽ ഇവര് BJP-ക്കാരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, SIR. ഇതാ ഗുജറാത്തിൽ 3 കോടി ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം വളരെ സത്യസന്ധമായി പറയട്ടെ, അവിടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന 3 കോടി ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകളും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഞാൻ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് വളരെ ഉത്തരവാദിത്തോടെ തന്നെ ഞാൻ ആരോപണം ഉന്നയിക്കുക. ഈ കാര്യം പറഞ്ഞല്ലോ, അവിടെ ഈ പറയുന്ന പൂർവാഞ്ചൽ പോലുള്ള പ്രദേശത്ത് അവിടെ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് ശക്തമായ മുന്നേറ്റമുള്ള ആ പൂർവാഞ്ചൽ പോലുള്ള പ്രദേശങ്ങളിൽ കൂട്ടത്തോടെയാണ് ന്യൂനപക്ഷം വോട്ട് നിർത്തിയത്. ഓരോ ഗ്രാമങ്ങളും പൂർണ്ണമായി വോട്ടപ്പെട്ടു പുറത്തായി. നമ്മുടെ ഈ കേരളത്തിലെ പോലെ കേട രീതിയല്ല അവിടെ ഈ പറയുന്ന വോട്ടർമാർ അവിടെ വോട്ട് ചെയ്യാൻ വരുമ്പോഴാണ് ID കാർഡുമായി വോട്ട് ചെയ്യാൻ വരികയാണ്. അന്നേരമാണ് അറിയുന്നത് ഞങ്ങളുടെയൊക്കെ പേരുകൾ. രാഹുൽ ഗാന്ധി എത്രയോ ആളുകളെ പത്രസമ്മേളനത്തിൽ ഹാജരാക്കി, മരിച്ചവരെന്നും അല്ലാത്തവരെന്നും മുദ്രകുത്തി വോട്ടപ്പട്ടികയിൽ മമത കാണിച്ചല്ലോ. നമ്മൾ ഒരു വിമാനം ചാർട്ടർ ചെയ്താണ് ഡൽഹിയില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് 100 കണക്കിന് ആളുകളെയുമായിട്ടാണ് പോയത്. അവരൊക്കെ എന്താ മരിച്ചു പറഞ്ഞുകൊണ്ട് വോട്ടപ്പട്ടികയിൽ ഒഴിവാക്കിയിരിക്കുക. അപ്പോൾ ഈ വടക്കത്തെ പറയാ, ഇന്ത്യ ഭാരതത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് SIR. 1 മഹാത്മാഗാന്ധിയുടെ കൊലപാതകം, 2 ബാബറി മസ്ജിദിന്റെ തകർച്ച, 3ാമത്തെ ദുരന്തം SIR ആണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വളരെ ശരി, ശ്രീ ശ്യാംരാജ്, മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന്റെ ആഘാതം എന്തായിരിക്കും എന്നതാണ് റോണി കെ ബേബി സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ പൊതുവെ ഉണ്ടായിട്ടുള്ള ജാഗ്രതയിൽ എന്താണോ നിങ്ങൾ വിചാരിച്ചത് അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതാണ്. ഈ വട്ടിയൂർക്കാവിലൊക്കെ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ കുറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വോട്ടാകാമെന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമോ? രേണുക ചോദിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ രേണുക ചോദിച്ചാണ്. പക്ഷെ എനിക്ക് അതിനു മുമ്പ്
കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ പറഞ്ഞാൽ ഉത്തരം കൊടുക്കാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഈ തോൽവി ഒരിക്കലും അംഗീകരിക്കാതെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. ഇവരെ പറഞ്ഞു നന്നാക്കാം എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെങ്കിലും നന്നാവേണ്ടതുണ്ട്. ഇപ്പൊ അവസാനം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഇന്ത്യ കണ്ട മൂന്നാമത്തെ ദുരന്തമാണ് SIR. ഇത് അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ ഒരു ദുരന്തത്തിന് വേണ്ടിയിട്ട് കൂട്ടുതന്നെയാണ്. അല്ല, ഇന്ത്യയിൽ ദുരന്തം ആവിഷ്കരിച്ചാണെന്ന് നിങ്ങൾ വിളിക്കണം പറ്റുമോ? ചുമ്മാ ചാനൽ ചർച്ചയിൽ കയറുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ടാണ്. 1952, 57, 61, 2010 ഒക്കെ ഈ രാജ്യത്ത് SIR നടപ്പാക്കിയിട്ടുണ്ട്. ഈ രാജ്യത്ത് SIR കൊണ്ടുവന്ന് തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അപ്പൊ അത് ഏറ്റവും വലിയ ദുരന്തം വെച്ചാൽ നിങ്ങളുടെ സർക്കാർ, നിങ്ങളൊക്കെ വലിയ പ്രകീർത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, കോൺഗ്രസിന്റെ വലിയ സമുന്നതനായിട്ടുള്ള നേതാവ്, അദ്ദേഹമാണ് നമ്മുടെ രാജ്യത്ത് ദുരന്തം കൊണ്ടുവന്നത്. ചുമ്മാ അങ്ങോട്ട് തോറ്റ് ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയപ്പോഴത്തെ ഇങ്ങനെ അങ്ങോട്ട് പറയാൻ വേണ്ടിട്ട് പറ്റുമോ? ഇവര് കുറെ നാളല്ലേ ഈ പണി തുടങ്ങിയിട്ട്. EVM കുറ്റം പറയും. EVM കൊണ്ടുവന്നവരാണ് ഇപ്പോഴത്തെ ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി. അദ്ദേഹം നിയമ ഭേദഗതിയിലൂടെയാണ് ഈ രാജ്യത്ത് മറ്റേ EVM ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് മൊത്തം തെറ്റാണ്, ഇതിനകത്ത് മൊത്തം ആളുകളെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും, ഇതിനകത്ത് ആളുകളെ ആഡ് ചെയ്യാൻ പറ്റും ഞങ്ങൾ പറഞ്ഞു. ഒരു സിസ്റ്റം കൊണ്ടുവരും, ഒരു സംവിധാനം കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനെ അംഗീകരിക്കാൻ വേണ്ടിട്ട് പറ്റും. ഇത് ചങ്ക് പിടിച്ചെന്നുള്ള ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞു ഈ രാജ്യത്തെ ഏതൊരു ടെക്നീഷ്യനെയും സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തെളിയിക്കാൻ പറ്റും. ചുമ്മാ പോലെ നിൽക്കുക. ഇതൊന്നുമില്ലാന്ന്. ഇത് എനിക്ക് ഈ വിഷയത്തിന് ഡെപ്തിലോട്ട് പോകാൻ വേണ്ടി പോലും പറ്റുന്നില്ല. ഇതിനകത്ത് വെറുതെ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവരുടെ നേതാക്കന്മാരാണ്, ഇവരുടെ സർക്കാരാണ് ഈ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഓരോ സിസ്റ്റം. അത് ഇപ്പൊ വീണ്ടും നമ്മൾ നടപ്പാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി നടക്കുമ്പോൾ ഇത് ഈ എന്താ ദുരന്തം എങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റുമോ? ഇനി ഒരു കാര്യം കൂടി, പൂർവാഞ്ചൽ അടക്കമുള്ള ഇടങ്ങളില് ഇവരുടെ വോട്ട് ബാങ്കായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളെ വെട്ടിനിർത്തിയെന്ന് ഇവർ പറഞ്ഞു. ഇവിടെ യാഥാർത്ഥ്യം എന്താ? അതെന്താ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമാണ് കൊള്ളാവുന്ന ആൾക്കാരുള്ളൂ. കേരളത്തിലെ ഇവരുടെ BLA മാത്രമാണ്, ഇവരുടെ ലോക്കൽ നേതാക്കന്മാർ കൊള്ളാവുന്ന ആൾക്കാരുള്ളൂ. എന്താ ഉത്തരാഖണ്ഡിലെയും നോർത്ത് ഈസ്റ്റിലെയും അല്ലെങ്കിൽ ഗുജറാത്തിലെയും ഇവരുടെ നേതാക്കന്മാരും കൊള്ളത്തില്ലേ? അവർക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്താണ് വെട്ടി പുറത്താക്കിയിട്ടുണ്ടോ മരിച്ചെന്ന് പറഞ്ഞിട്ട്? മറ്റേ തെളിവ് സഹിതം കൊണ്ടേ കാണിച്ചിരുന്നില്ലേ മരിച്ചെന്ന് പറഞ്ഞ? ഇവിടെ ആര് തെളിച്ചാണ്? അതൊക്കെ ആ ആള് നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? ആ വാദമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് കാണും അത്രേ ഷാക്കിറെ. പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഭാഗത്രേ എന്നെ രാഹുൽ ഗാന്ധി വിളിച്ചുകൊണ്ട് വന്നാൽ അവർ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ പത്രം വായിക്കണം. ചുമ്മാ ഇവിടെ നിന്നിട്ട് അവസാനം ഇലക്ഷൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ വാദങ്ങളാണേ. ആ ആളുകൾ തന്നെ അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലാന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞ വാദങ്ങൾ മൊത്തം പറഞ്ഞേ. രാഹുൽ ഗാന്ധി ജനാധിപത്യം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. മുസ്ലിം BJPയുടെ ജനാധിപത്യം പഠിപ്പിക്കണം കേട്ടോ. ശരി, നമുക്ക് സമയമില്ല, തർക്കത്തിലേക്ക് പോകാനുള്ള സമയമില്ല. ശ്രീ MS വേണുഗോപാൽ, ഒറ്റ വാക്കിൽ ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന തരത്തിലാക്കി മാറുമോ? താങ്കൾ എന്താണ് കരുതുന്നത്? BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏത് കാലത്താണ് നിങ്ങൾ ഈ പരിപാടി നടത്തിയത്? നിങ്ങൾ ഈ രാജ്യത്ത് CCTV വന്ന സമയത്ത് ഈ രാജ്യത്ത് CCTV വോട്ടർമാർ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കിടക്കും. അതിൽ ഭൂരിഭാഗവും മരിച്ചതും ഈ നാട്ടിൽ നിന്ന് പോയതും ഒക്കെ ആയിരിക്കും. ആ 30% എന്ന് പറയുന്നത് 2 ലക്ഷം വോട്ടർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ 30% എന്ന് പറഞ്ഞാൽ 60,000 പേര് വോട്ട് ചെയ്യാറില്ല. അതിലൊരു പകുതിയെങ്കിലും ഇതുപോലെ മരിച്ചതും നാട്ടിൽ നിന്ന് പോയത് ബാധിക്കുമോ ഇതിനെ? അപ്പൊ അത് ഒരു കാരണവശാലും ബാധിക്കാൻ സാധ്യതയില്ല. സാധ്യത ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഇരിക്കില്ല. നടക്കുന്ന ശരി, എന്തായാലും തലസ്ഥാനത്തെ വോട്ട് വെട്ടൽ BJPക്ക് ഗുണമാകുമോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. 66% പേർ അതേ എന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നത് 30% പേർ മാത്രം. നിഷ്പക്ഷമായി വോട്ട് രേഖപ്പെടുത്തിയത് 4% പേർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.